Good afternoon, everyone. Good afternoon, ma'am. Good afternoon. നോക്കിയിരുന്നോ? എന്തൊക്കെയാ ഞാൻ പറഞ്ഞിരുന്നേ? Vocabularies. Vocabularies. നോക്കി എല്ലാവരും നോക്കി. ഗായത്രി ഇപ്പോ ജോയിൻ ചെയ്യാറില്ല കാരണ്യ? ഇല്ല മാം, ജോലി കിട്ടിയില്ലേ? അപ്പം ഓൺലൈൻ ഓഫ്ലൈൻ ആയിട്ട് കേൾക്കാറ് തോന്നുന്നു. ആണല്ലേ? ഓക്കെ. ആരൊക്കെയാ ലെഫ്റ്റ് ആവുന്നില്ല? നിങ്ങൾക്ക് എക്സാം ആയല്ലേ? യെസ് മാം. പഠിക്കുന്നുണ്ടോ? നന്നായിട്ടൊക്കെ പഠിക്കൂ. എന്നാണ് എക്സാം? എന്താണ് ഡേറ്റ് കൺഫേം പറഞ്ഞിട്ടില്ല. നെക്സ്റ്റ് വീക്ക് ഉണ്ടാവുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നെക്സ്റ്റ് വീക്ക് പൂജ ഹോളിഡേസ് ആണല്ലോ. എല്ലാവരും ബുക്കൊക്കെ പൂജയ്ക്ക് വെച്ചിട്ട് നന്നായിട്ട് പഠിക്കും. എന്താ മാം, ഇംഗ്ലീഷ് ഉണ്ടാവോ മാം? ഇംഗ്ലീഷോ? ഇംഗ്ലീഷ് ഉണ്ട്. അതെയോ? ഇംഗ്ലീഷ് ഇല്ല കേട്ടോ. അത് വിചാരിച്ചിരിക്കണ്ട, ഇംഗ്ലീഷ് ഒന്നും ഇല്ല. ഓക്കെ മാം. സമാധാനിക്കൂ. ഇംഗ്ലീഷ് ഇല്ലാന്ന് കേൾക്കുമ്പോ എല്ലാവരും ലെഫ്റ്റ് ആയി പോകും. അങ്ങനെ ടെൻഷനൊന്നും ഇല്ല മാം, കുഴപ്പമൊന്നുമില്ല. എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? കാര്യമല്ലേ, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ടെൻഷൻ അടിച്ചാൽ നമുക്ക് ഒന്നും കിട്ടാനില്ല അല്ലേ? വെറുതെ ടെൻഷൻ അടിക്കുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെന്താ, എല്ലാവരും റെഡിയാണോ? റെഡിയാണോ ക്ലാസ്സില്? യെസ് മാം. റെഡിയാണ്. ഓക്കെ. കുറച്ച് പേരൊക്കെ മിസ്സിംഗ് ഉള്ള പോലെ തോന്നുന്നുണ്ടല്ലോ. ഓക്കെ, വൊക്കാബുലറി പറഞ്ഞാലോ? യെസ് മാം. യെസ് മാം. ആരൊക്കെ നോക്കി? അത് ആദ്യം ചോദിക്കട്ടെ. വൊക്കാബുലറി ആരൊക്കെ നോക്കിയിട്ട് വന്നിട്ടുണ്ട്? ആരില്ലേ? ആരും നോക്കിയിട്ടില്ല? ഞാനും നോക്കിയിട്ടില്ലേ? സോറി. യെസ് മാം, കുറച്ച് നോക്കിയിട്ടുണ്ട്. കുറച്ച് നോക്കി. നോക്കിയത് പറയൂ. കുറച്ച് ഹാർഡ് ആയിട്ടുള്ള വേർഡ്സ് ആണ്. ഞാൻ നോക്കുമ്പോ ഈസി ആയിട്ടുള്ള വേർഡ്സ് വരുന്നത്, ഞാൻ നെറ്റ് നോക്കിയപ്പോ ഈസി ആയിട്ടുള്ള വേർഡ്സ് വരുന്നതൊക്കെ എനിക്ക് അറിയുന്നതാ. പിന്നെ ഹാർഡ് ആയിട്ടുള്ളതാ ഭയങ്കര ഹാർഡ്. അത് എനിക്ക് അർത്ഥം മനസ്സിലാവുന്നില്ല. എല്ലാവർക്കും അറിയണ്ടേ? മനസ്സിലായോ? ഇപ്പൊ കാരുണ്യൊക്കെ അറിയാൻ പറ്റുന്ന വേർഡ്സ് ഒന്നും വേറെ ആർക്കും അറിയില്ലെങ്കിലോ? അങ്ങനെയാണെങ്കിൽ ഞാൻ നോക്കിയില്ല. അങ്ങനെ ഈസി ആയിട്ടുള്ള ഒന്നും ഞാൻ നോക്കിയില്ല. ജസ്റ്റ് ഇങ്ങനെ പറയൂ വേഗം പറയൂ. പറയൂ. ഇല്ല ചുമയുണ്ട്, അതാ. മാം പറയൂ. ആരാ എന്നെ വിളിച്ചത്? വൊക്കാബുലറി ഞാനാ വിളിച്ചത്. ഞാൻ ഫുഡ് കഴിച്ചില്ലായിരുന്നു, അത് കഴിക്കുന്ന തിരക്കിലായിരുന്നു. ഫുഡ് കഴിച്ചല്ലേ വന്നത്? അപ്പൊ ഇനി കുഴപ്പമില്ല, സമാധാനമായിട്ടിരിക്കാം. നോക്കി വെച്ചത് കുറച്ച് സിമ്പിൾ വേർഡ്സ് ആണ്. കുഴപ്പമില്ല, പറയൂ. എക്കോഡ് എക്കോഡോ? റെക്കോർഡോ? അല്ല, എക്കോഡ്. സ്പെല്ലിംഗ് എന്താ? ACCORT.
അക്കോർഡിംഗ് ടു എന്നൊക്കെ പറയില്ലേ മാം? അക്കോർഡിംഗ് ടു കോഡ് ഞാൻ വിചാരിച്ചില്ല കോഡൊന്നും കുഴപ്പമില്ല. മീനിങ് പറയും. അക്കോർഡിന് മീനിങ് എന്താ പറയാ? അക്കോർഡിംഗ് മതി. അക്കോർഡിംഗ് അക്കോർഡിങ് അക്കോർഡിംഗ് ബന്ധപ്പെട്ടെന്നൊക്കെയല്ലേ വരുന്നത് മാം? ബന്ധപ്പെട്ട, അനുസരിച്ച്, അതനുസരിച്ച്, അക്കോർഡിംഗ് ടു ദാറ്റ്, അതനുസരിച്ച് എന്ന് പറയും നമ്മുടെ. അക്കോർഡിംഗ് ടു ദാറ്റ് എന്ന് പറയുമ്പോൾ അതനുസരിച്ച്, അനുസരിച്ച് എന്ന് വരും. അനുസരിച്ചല്ലേ? അനുസരിച്ച് എന്ന് പറയുമ്പോൾ വേർഡായിട്ട് കണക്ട് ചെയ്ത് വരണം കേട്ടോ. അക്കോർഡിംഗ്. ദെൻ അപ്രോച്ച്. അപ്രോച്ച് ചെയ്യുക. എന്താണ്? സമീപിക്കുക. സമീപിക്കുക. അപ്രോച്ച്. Then engage. Engage. Engage means engaged ആകുക. ഏർപ്പെട്ടിരിക്കുക അല്ലെ? ഏർപ്പെട്ടിരിക്കുക, എൻഗേജ്ഡ് ആവുക. ഏർപ്പെട്ടിരിക്കുക അങ്ങനെ പറയാം. എൻഗേജ്ഡ്. Then obtain. No. obtain. Obtaining ആണോ? obtain അല്ലോ. obtain. Obtain. Yeah. ലഭിക്കുക എന്നാണോ? Obtain ചെയ്യുക. ലഭിക്കുകയാണോ അല്ലെ? എന്തോ? ലഭിക്കുകയല്ലേ? നേടുക. നേടുക. നേടുക, ലഭിക്കുക. നിങ്ങൾ എന്താ പറഞ്ഞേ? ലഭിക്കുക. ലഭിക്കുക. യാ, സെയിം തിങ്. പ്രയോറിറ്റി. പ്രയോറിറ്റി എന്താ? മുൻഗണന. പ്രയോറിറ്റി മുൻഗണനയാണ്. ദെൻ പെർഹാപ്സ് എന്താ? പെർഹാപ്സ്. പെർഹാപ്സ് ഒരു പക്ഷേ. അതാണ് പെർഹാപ്സ്. പെർഹാപ്സ് ഒരു പക്ഷെയാണ്. ഒരു പക്ഷേ എന്ന് പറഞ്ഞത് വേറൊരു വേർഡുകൾ ഉണ്ടെങ്കിൽ ഇഷ്ടം. മേ ബി കേട്ടിട്ടുണ്ടോ? മേ ബി. ടീച്ചർ എന്നാലും എന്ന് പറയില്ലേ? എന്നാലും എന്താണ്? എന്നാലും എന്താണ്? however. However. However ആണ്. എന്നാലും, എന്നിരുന്നാലും എന്നൊക്കെ വരും കേട്ടോ മീനിങ്. എന്നാലും, എന്നിരുന്നാലും എന്നൊക്കെ പറയും. however പറയും. മേ ബി ആൻഡ് പെർഹാപ്സ് എന്ന് പറയുന്നത് ഒരു പക്ഷെയാണ്. മേ ബി എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടെ എന്താണ് ഇന്റർമീഡിയറ്റ് ലെവൽ എന്ന് പറയാം. പെർഹാപ്സ് എന്ന് പറയുമ്പോൾ അഡ്വാൻസ് ലെവൽ ആണ്. ഓക്കെ, പെർഹാപ്സ്. പെർഹാപ്സ് ആൻഡ് മേ ബി സെയിം മീനിങ് ആണ്. ഓക്കെ. however എന്ന് പറയുന്നത് എന്നാലും, എന്നിരുന്നാലും. Then സ്മാഷ് ചെയ്യുക. സ്മാഷ് എന്ന് പറയുന്നത് എന്താ? ചതക്കുക. അങ്ങനെ ചെറിയ ചെറിയ ഇങ്ങനെ അമർത്തി കുഴയ്ക്കുക എന്നൊക്കെ പറയില്ലേ? ചതക്കുക. അതായിരിക്കും സ്മാഷ്. ചതയ്ക്കുകയാണോ സ്മാഷ്? സ്മാഷ്ഡ് പൊട്ടറ്റോസ് ഒക്കെ പറയില്ല നമ്മളിങ്ങനെ. സ്മാഷ്ഡ് പൊട്ടറ്റോ. സ്മാഷ് എന്ന് പറയുമ്പോൾ എന്താ അതിന് പ്രത്യേകിച്ച് ഒന്നും പറയാൻ? കറക്റ്റ് മലയാളം എന്താ അല്ലേ? ഒരുമാതിരി അങ്ങനെ സ്മാഷ് ചെയ്ത് വെക്കുക. മലയാളം കറക്റ്റ് മലയാളം സംശയമാണ്. സ്ക്യൂസ് എന്താ? സ്ക്യൂസ് ചെയ്യുക. സ്ക്യൂസ്ഡ് ലെമൺ. എന്താ മാം? സ്ക്യൂസ്.
Excuse, Yeah. പിഴിയുക. Excuse. പിഴിയുകയാണ്. Excuse. Then എന്താണ്? Scramble. Scramble എന്താണ്? Scramble. Scramble, ഇങ്ങനെ ചുരുട്ടുക. അങ്ങനെ. Scramble. സ്ക്രാമ്പിൾഡ്, അതിങ്ങനെ ഇളക്കുക. അല്ലേ, ഇങ്ങനെ ചിക്കി ചരട്ടി സ്ക്രാമ്പിൾഡ് എഗ് എന്ന് പറയുന്നത് മറ്റേ ഇളക്കി നമ്മൾ ഇതാക്കി എടുക്കില്ലേ? Yeah. ഈ ചുരുട്ടി കൂട്ടുക എന്ന് പറയുന്നല്ലേ മാം? ചുരുട്ടി കൂട്ടുകയോ? സ്ക്രാമ്പിൾഡ് എഗ് എന്ന് പറയുമ്പോ ചിക്കി നമ്മളിങ്ങനെ ചിക്കി പൊരിക്കുക എന്നൊക്കെ പറയുന്നത്. അതെ, ചിക്കി പൊരിക്കുക എന്നൊക്കെ പറയുന്നത്. ഓക്കെ, സ്ക്രാമ്പിൾഡ് അതാണ്. ദെൻ പിന്നെന്താ? ഗ്രേറ്റിംഗ്. ഗ്രേറ്റ് ചെയ്യുക. അതിനൊക്കെ മലയാളം ഇല്ലേ? എന്ത് അങ്ങനെ മലയാളം കുറച്ച് മലയാളം. പറയാ എന്തോ? താളിക്കുക, ഇംഗ്ലീഷ്. താളിക്കുക. സോട്ടിംഗ് അല്ല, താളിക്കുക. താളിക്കുക എന്ന് പറയുമ്പോ സോട്ടിംഗ് വരുമോ? സോർട്ടിങ്. ജസ്റ്റ് സോർട്ട് ചെയ്തെടുക്കുക എന്ന് പറയില്ല നമ്മള്. താളിക്കുക എന്ന് പറയാതെ സോർട്ടിങ് പറയാം. ജസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്തെടുക്കുക എന്ന് അറിയില്ലേ? സോർട്ടിങ് പറയാട്ടോ. ഇത് മൊത്തം അടുക്കള കാര്യമായി അല്ലേ? കടുക് വറക്കും. അടുക്കള. കടുക് വറ. അത് മതി. കടുക് വറ. അത് ഫുൾ കിച്ചൺ ടോക്ക് ആയിരുന്നു മൊത്തം. ഓക്കെ, എനിക്കെന്താ ഇനി അടുത്ത് പറയൂ. കിടക്കുക പറയൂ. ലേ ഡൗൺ എന്നൊക്കെ പറയാലേ? ലേ ഡൗൺ, കിടക്കുക, ബെഡിൽ കിടക്കുക. ലേയിങ് ഓൺ ദി ബെഡ്. ലേ ഡൗൺ അറിയോ? മനസ്സിലായോ പറഞ്ഞത്? ലേ ഡൗൺ. ലേ ഡൗൺ എന്ന് പറയുമ്പോ കിടക്കുക. കിടക്കുക എന്നല്ല. ലേ ഡൗൺ എന്ന് പറയുമ്പോ താഴെ വെക്കുക എന്നൊരു മീനിങ് ഉണ്ട്. അത് എവിടെയാണെന്ന് ആലോചിക്കാം. അതായത് ലേ ഡൗൺ ഓൺ ദി ബെഡ് എന്ന് പറയുമ്പോൾ ബെഡിൽ കിടക്കുക, ആ ഒരു മീനിങ് വന്നു. ബെഡിൽ കിടന്നു. ലേ ഡൗൺ ഓൺ ബെഡ്, ബെഡിൽ കിടന്നു എന്ന് പറയും. മനസ്സിലായോ? ക്ലിയർ ആയോ? അതായത് ലേ ഡൗൺ എന്ന് പറയുന്ന വാക്കിന് മീനിങ് എന്ന് പറയുന്നത് താഴെ വെക്കുകയാണ്. ഓക്കെ മാം. നെക്സ്റ്റ് എന്താ? അപ്പാരന്റോ? ലാഷന, അപ്പാരന്റ് ആണോ? മാം, അപ്പാരന്റ്. പ്രത്യക്ഷമായ. അലിഗേഷൻ, ആരോപണം. അപ്പാരന്റ് എന്താണ് പറഞ്ഞ മാം? പ്രത്യക്ഷമായ. അലിഗേഷൻ, ആരോപണം. Then മാനിപ്പുലേഷൻ. ഉണ്ടാക്കി പറയാ. മാനിപ്പുലേറ്റ് ചെയ്യാ. മാനിപ്പുലേഷൻ. എന്താണ്? ഞാൻ കേട്ടില്ല. മാനിപ്പുലേഷൻ. മാനിപ്പുലേഷൻ. വലുതാക്കി പറയാന്നോ? മാറ്റിക്കളയുക. ഓക്കെ, നെക്സ്റ്റ് ഒരു കാര്യം പറയട്ടെ. വിശ്വസിക്കരുതെന്ന് നമ്മൾ പറയില്ല ഇപ്പോഴും. അവനെ വിശ്വസിക്കരുത്. Don't believe. Yeah, don't believe. വിശ്വസിക്കരുത്. Don't believe. Okay, don't believe. വിശ്വസിക്കരുത്. ഇനി don't believe. എന്താ വിശ്വസിക്കുക എന്നാണ് അല്ലെ? ബിലീവ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക. ഡോണ്ട് ബിലീവ് എന്ന് പറയുന്നത് വിശ്വസിക്കരുത്. ഡോണ്ട് ട്രസ്റ്റ് എന്നും പറയാലോ. ഡോണ്ട് എന്താണ്? ഡോണ്ട് ട്രസ്റ്റ്. ഡോണ്ട് ട്രസ്റ്റ്. ട്രസ്റ്റ്.
Trust, Ah, yeah, trust. trust എന്ന് പറയും. Okay. Then മറക്കരുതെന്ന് പറയാറില്ലേ? Don't forget. Don't forget. Don't forget. ശല്യപ്പെടുത്തരുതാണെങ്കിലോ? Don't disturb. Don't disturb. Okay, don't disturb. ഇനി അത് തടസ്സപ്പെടുത്തരുതെന്നാണെങ്കിലോ? അതും Don't don't interrupt. Interrupt. Yeah, don't interrupt. Interrupt ആണ്. തടസ്സപ്പെടുത്തുക, interrupt. അപ്പൊ don't interrupt, തടസ്സപ്പെടുത്തരുത്. അനാവശ്യമായിട്ട് തലയിടരുത് എന്നാണെങ്കിലോ? Don't അതും interrupt. don't interrupt എന്ന് തന്നെ വരില്ലേ മാം? Don't interfere. Interfere. Interrupt അല്ല, don't interfere. അനാവശ്യമായിട്ട് തലയിടരുത്. Don't interfere. Okay, എപ്പോഴെങ്കിലും ആവശ്യം വരാം നമുക്ക്. Then അനുകരിക്കരുത്. Don't imitate. Don't imitate. Don't imitate. Yeah. മടിച്ചു നിൽക്കരുത്. എന്താ മാം? മടിച്ചു നിൽക്കരുത്. മടിച്ചു നിൽക്കുക. Not lazy. Don't hesitate. എന്താ മാം? Don't Hesitate. hesitate. Hesitate means Hesitate. മടിച്ചു നിൽക്കുക. Huh? But don't hesitate. മുറവിൽ കളിക്കലൊക്കെ Okay. ഇനി എന്താണ്? വഴക്ക് പറയുക. അതിനാണെങ്കിലോ? വഴക്ക് പറയുക. എന്താണ്? അറിയായിരുന്നു പക്ഷെ മറന്നു ഒരു വീട്. എന്താണ്? Scolding. Yeah. Scold. 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 Collapse എന്താണ്? കുഴഞ്ഞു വീഴുക. കുഴഞ്ഞു വീഴുക. Collapse. കുഴഞ്ഞു വീഴുക. എന്തും collapse എതിരിലും പറയും. തകർച്ച എന്നാണ് പറയാ. മനസ്സിലായോ? അത് ബിൽഡിംഗ് ആണ് കൊളാപ്സ് ആയെന്ന് പറഞ്ഞാലും ബിൽഡിംഗ് തകർന്നു എന്നൊരു മീനിങ് വരും. മനസ്സിലായോ? കൊളാപ്സ് തകർച്ച എന്നാണ്, തകരുക എന്നൊരു മീനിങ് വരും. Then എനിക്ക് വിശക്കുന്നുണ്ടെന്ന് എങ്ങനെയാ പറയുക? എനിക്ക് I'm വിശക്കുന്നുണ്ട്. starving. I'm I hungry. feel hungry. I feel hungry. I'm hungry. I'm extremely hungry എന്നൊക്കെ പറയാം അല്ലെ? മാം ഇതിൽ ശരിക്കും പുതിയ വാക്കുകൾ പറയാനാണോ പറഞ്ഞത്? ഞാൻ മുമ്പത്തെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. ഷിഫ്റ്റ്നസ് ഉണ്ടായിരുന്നില്ല എനിക്ക് തോന്നി. ഓരോ വൊക്കാബുലറി നോക്കിയിട്ട് വരാനാ പറഞ്ഞേ. അതായത് പുതിയ പുതിയ വേർഡ്സ് കണ്ടുപിടിച്ച് പറയാനല്ലേ? പുതിയ പുതിയ വേർഡ്സ് കണ്ടുപിടിക്കാം, അല്ലാതെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന വേർഡ്സും നമുക്ക് പറയാം. അപ്പൊ ക്ലാസ്സിൽ അത് പഠിച്ചു പോകാം, അതിന് വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ. Then inhibit. inhibit. അടിച്ചമർത്തുക. അല്ല, തടയുക. എന്താണ്? തടയുക അങ്ങനെ പേരില്ല. Inhibit തടയുക. കമ്പൽ, കമ്പൽ ചെയ്യുക എന്ന് പറയുമ്പോ നിർബന്ധിക്കുക. കമ്പൽ, കമ്പലിങ് അല്ലെ, നിർബന്ധിക്കുക, കമ്പലിങ്.
പെനട്രേറ്റ്, although ടാൻട്രംസ് വാശി, എന്താണ് ടാൻട്രം ടാൻഡ്രം, until എന്താ until 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 ഇതുവരെ, അത് വരയ്ക്കും. ഇതുവരെ, വരെ വരെ എന്നാണ്. അതുപോലെ ടില്ലും വരെ അല്ലേ, വരെ വരെ പെനട്രേറ്റ്, തുളഞ്ഞു കയറുക, പെനിട്രേറ്റ് ചെയ്യുക, ഒബ്സർവ് ചെയ്യുക, അത് സ്കിൻ ഒബ്സർവ് ചെയ്യാന്നൊക്കെ പറയാം, പെനിട്രേറ്റ് ചെയ്യുക ആ ഒരു meaning. സ്ക്രീം സ്ക്രീം സ്ക്രീമിങ് എന്താണ്? അലറുക, വിളിക്കുക. സ്ക്രീമിങ്. അതുപോലെ സ്ട്രീം അരുവി, സ്ട്രീം. ഫ്ലോട്ടിങ്, ഒഴുകുക. ഇതിപ്പോ നിങ്ങൾ എന്നോടാണ് ചോദിക്കുന്നതിന് വരെ ഡൗട്ടായി. അല്ല നിങ്ങൾ ചോദിക്കുന്നു, ഞാൻ പറയുന്നു, അങ്ങനെ ഒരു കളിയായത്. അല്ല, നിങ്ങൾ ചോദിക്കുന്നു. നെക്സ്റ്റ്, ഹൗ മച്ച് എന്താ? ഹൗ മച്ച് എത്രയാണ്, എത്രത്തോളം, എത്രയാണ്, എത്രയാണ്, എത്രമാത്രം എന്നൊരു സംഭവമാണ്. കറക്റ്റ്. എത്രയുണ്ട്? ഹൗ മച്ച്. ഹൗ മെനി എത്രയാണ്, എപ്പോഴും ഹൗ മച്ച് എത്രമാത്രം. ഹൗ മച്ച് എത്രമാത്രം. ഹൗ മെനി എത്ര എണ്ണം. ഹൗ മച്ച് എത്രമാത്രം. ഹൗ മെനി എത്ര എണ്ണം. ഉടയ്ക്കുക എന്നങ്ങനെയാണ് പറയുന്നത്, ഉടയ്ക്കുക, ഉദിക്കുക ഉടക്കുക, ഉടക്കുക, എന്താണ്? ഉടയ്ക്കുക, ഉടക്കുക. ഉടയ്ക്കുക, പൊട്ടിക്കാന്നാണ് ഉദ്ദേശിക്കണേ. ബ്രേക്കിംഗ്, ബ്രേക്ക്, ഹൗലോ എത്ര ദൂരം, എത്ര നേരം. എത്ര ദൂരം, എത്ര നേരം. ഹൗലോ. ഹൗ മെനി ടൈംസ് എത്ര പ്രാവശ്യം, എത്ര തവണ, എത്ര പ്രാവശ്യം. ഹൗ മെനി ഡേയ്സ് എത്ര ദിവസം, എത്ര ദിവസം. ഫോർ മീ എനിക്ക് എനിക്ക് വേണ്ടി. എനിക്ക് വേണ്ടി, until now ഇത് അത് ഇതുവരെ, 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 ഈ സമയം വരെ. ഇതുവരെ, ഇപ്പോൾ വരെ എന്നൊക്കെ പറയാം. until now. പിന്നെ മാം ഓൾദോ, അതിന്റെ കറക്റ്റ് മീനിങ് ഓൾദോ, എന്താ? ഓൾദോ എങ്കിലും. ഈവൻ ദോ, എങ്കിൽ പോലും എന്നാണോ? എങ്കിൽ പോലും ആണോ? അണ്ടിൽ നൗന്റെ ഒന്നും കൂടി പറഞ്ഞു മാം. ഇതുവരെ, എന്താണ് ചോദിക്കുന്നത്? until now ഇന്ന് വരെ, ഇതുവരെ എന്ന് പറയും. ഓൾദോ എങ്കിലും, even though എന്നിരുന്നാലും എന്നാ പറയാ. even though എന്നിരുന്നാലും എന്നൊരു മീനിങ് വരും. ഇനിയിപ്പോ മതി. പിന്നെ വെദർ സീസണൽ അല്ലാത്ത വെദർ ഓർ പറയില്ല നമ്മള്. വെതർ, രണ്ട് വെതർ ഉണ്ട്. കാലാവസ്ഥ.
മറ്റേ നമ്മള് വെതർ ഓർന്നൊക്കെ യൂസ് ചെയ്യൂലേ, അത് സീസൺ അല്ല. ഏത് weather പറയൂ? വെതർ ഓർ അങ്ങനൊക്കെ വരുന്നത്. അതല്ലെങ്കിൽ ഇത് അങ്ങനെ ഒരു മീനിങ് വരുന്നത്. ഒന്നുകിൽ എന്നാണോ? അങ്ങനെ ഒരു രണ്ടെണ്ണത്തിന്റെ കമ്പാരിസൺ വരുമ്പോ വെതറിന് അങ്ങനെ പ്രത്യേകിച്ച് മീനിങ് എന്ന് വെച്ചാല് അത് സെന്റൻസിന് ബേസ് ചെയ്തിരിക്കാൻ മീനിങ് വരാം. വെതർ ഓർ നോട്ട് എന്നൊക്കെ പറയുമ്പോ ഇല്ലെങ്കിലും എന്നൊക്കെ ഒരു മീനിങ് ആവില്ല. ഇല്ലെങ്കിലും മനസ്സിലായോ? ഇതില്ലെങ്കിൽ അത് എന്നൊക്കെ പറയില്ലേ, അതാണ് വെതർ ഓർ നോട്ട്, അങ്ങനെയൊക്കെ ഒരു മീനിങ് ആണ്. കറക്റ്റ് മീനിങ് അതിന് എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അത് ആ സെന്റൻസിന് ബേസ് ചെയ്ത് ആ മീനിങ് വരും. ഓക്കെ, എന്ത് പറ്റി എങ്ങനെയാ ചോദിക്കാം? എന്ത് പറ്റി? What happened? What happened? നീ കഴിച്ചോ? Have you had your lunch? Have you had Your lunch? ലഞ്ച് ഞാനതൊന്നും ചോദിച്ചില്ല. നീ കഴിച്ചോ എന്ന് ചോദിച്ചു. നീ കഴിച്ചോ? Have you food? Had your food? Did you eat? നീ കഴിച്ചോ? Did you eat? Okay, did you eat? Have you, ഞാൻ ചോദിക്കട്ടെ, have you had your lunch എന്ന് ചോദിക്കുന്നത് തൊട്ട് മുമ്പ് നടന്ന കാര്യം ആയതുകൊണ്ടാണ്. ഓക്കെ, ഞാൻ ഇപ്പോ നിങ്ങൾക്ക് 1:30 ഞാൻ ക്ലാസ്സിൽ കയറി. നിങ്ങൾ 1 മണിക്ക് ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണ് അല്ലെ? പൊതുവെ എല്ലാവരും അങ്ങനെയാണ്. സോ 1 മണിക്ക് ഫുഡ് കഴിച്ചോ എന്നുള്ള അർത്ഥത്തിലാണ് ചോദിക്കുന്നത് ഞാൻ. മനസ്സിലായോ? ഇതിപ്പോ ഞാൻ നിങ്ങൾ രാത്രിയാണ് കണ്ടത്, നിങ്ങൾ എപ്പോഴെങ്കിലും ഫുഡ് കഴിച്ചോ എന്നാണ് ചോദിക്കണമെങ്കിൽ did you eat? നീ കഴിച്ചോ? നീ എന്തെങ്കിലും കഴിച്ചോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. did you eat? മനസ്സിലായോ? ആ ഒരു വ്യത്യാസം മനസ്സിലായോ? ഇല്ല മാം, ഞാൻ അപ്പൊ തന്നെ ക്ലാസ് കൈ കൊണ്ട് കട്ടായി പോയി, അതുകൊണ്ട് എനിക്ക് കിട്ടിയില്ല ആ പോയിന്റ് പറഞ്ഞത്. ഇപ്പോ ഹാവ് യു ഹാഡ് യുവർ ലഞ്ച് എന്ന് ഞാൻ എല്ലാ ദിവസവും ക്ലാസ്സിൽ കയറുമ്പോൾ ചോദിക്കും. അല്ലെ ഹാവ് യു ഹാഡ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ചോദിക്കും. അങ്ങനെ ചോദിക്കുന്നത് നിങ്ങൾ തൊട്ട് മുമ്പ് കഴിച്ചോ എന്നറിയാനാണ്. മനസ്സിലായോ? നിങ്ങൾ കഴിച്ചോ, തൊട്ട് മുമ്പ് നിങ്ങൾ ലഞ്ച് കഴിച്ചോ? ഞാൻ ആ ടൈമിലാണ് വന്ന് ചോദിക്കുന്നത് അല്ലെ? ലഞ്ചിന്റെ ടൈമിലാണ് ഞാൻ വന്ന് ചോദിക്കുന്നത്, നിങ്ങൾ ലഞ്ച് കഴിച്ചോ? ഹാവ് യു ഹാഡ് യുവർ ലഞ്ച്? അങ്ങനെ ചോദിക്കാം. അതല്ലാതെ ഞാൻ എപ്പോഴെങ്കിലും രാവിലെ വൈകിട്ട് എപ്പോഴോ കണ്ട് നിങ്ങളെ കാണുകയാണെങ്കിൽ വിചാരിക്കുക നിങ്ങൾ ചിലപ്പോൾ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല, എനിക്കറിയില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തെങ്കിലും കഴിച്ചോ? Did you eat? കഴിച്ചോ? നീ കഴിച്ചോ? മനസ്സിലായോ? അങ്ങനെയാണ് വ്യത്യാസം. തൊട്ട് മുമ്പ് ചോദിക്കുമ്പോ ഹാവ് യു വെച്ച് ചോദിക്കാം. അല്ലാതെ നീ കഴിച്ചോ എന്നറിയാനാണെങ്കിൽ Did you eat മാത്രം ചോദിച്ചാൽ മതി. ക്ലിയർ ആയോ അത്? ക്ലിയർ ആയി. അത് മനസ്സിലാകുന്നത്രേ ഉള്ളൂ. ഹാവ് വെച്ച് ചോദിക്കുമ്പോ പ്രസന്റ് ആണ്, അറിയാലോ. പ്രസന്റിൽ എപ്പോഴും തൊട്ട് മുമ്പത്തെ കാര്യമാണ് ഹാവ് വെച്ചിട്ട് ചോദിക്കാം. അത്രയും മനസ്സിലാക്കാം. ഡിഡ് വന്നപ്പോഴാണ് പാസ്റ്റ് ആണ്, അപ്പൊ ഒരുപാട് നേരത്തെ ഉള്ള ചോദ്യമാണ് അങ്ങനെ വരാം. ഡിഡ്. അപ്പൊ നീ കഴിച്ചോ എന്നാണെങ്കിൽ ഡിഡ് യു ഈറ്റ്? ഓക്കെ, അങ്ങനെ വരാം. നീ എപ്പോൾ വന്നു? നീ എപ്പോഴാ വന്നേ? When did you come? When did you come? നീ എപ്പോഴാ വന്നേ? When did you come? ഓക്കെ, നീ എന്തിനാ വന്നേ? Why did you come? Why did you come? നീ എന്തിനാ വന്നേ? Why did you come? അതാരാണ്? അതാരാണ്? Who's that? Who's that? നിനക്ക് അവനെ അറിയോ? Do you know him? നിനക്ക് അവനെ അറിയോ? Do you know him? നിനക്ക് അവനെ അറിയോ?
നിനക്ക് അവനെ അറിയില്ലേ? Don't you know him? Don't you know him? Yeah, don't you know him? നിനക്ക് അവനെ അറിയില്ലേ? നീ എന്നെ വിളിച്ചോ? Did you call Did me? you call me? Yeah, did you call me? നീ എന്നെ വിളിച്ചോ? Did you call me? Clear? Yes, yes. Yes, ma'am. Yeah, കുറച്ചൊക്കെ കിട്ടി അല്ലേ? ഇതൊക്കെ എഴുതി വെച്ചോട്ടോ. നെക്സ്റ്റ് എന്താണ്? കഴിഞ്ഞോ? പറയൂ ഇതിലൊക്കെ പറയൂ. ഞാൻ കഴിച്ചു. ഞാൻ കഴിക്കുന്നു. എന്താ പറയാ? I am eating. ഞാൻ കഴിക്കുന്നു. I eat. Yeah, I eat. ഞാൻ കഴിക്കുന്നു. I eat. ഞാൻ കഴിച്ചു. I have. I eat. I ate. ഞാൻ കഴിച്ചു. ഓക്കെ. ഞാൻ കഴിച്ചു. I ate. ഞാൻ കഴിക്കും. ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചോ? I will eat. I will I eat. will eat. നമ്മളെ സ്ട്രക്ചർ പറഞ്ഞിരുന്നു മാം. ആവശ്യം പറഞ്ഞു. ഓക്കെ, കുഴപ്പമില്ല. ഞാൻ കഴിക്കുകയാണ്. I'm eating. ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോറി, ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. I was eating. I was eating. Yeah, ഞാൻ കഴിക്കുകയായിരുന്നു. I was eating. ഞാൻ കഴിക്കുകയായിരിക്കും. കഴിക്കുകയായിരിക്കും. ഞാൻ കഴിക്കുകയായിരിക്കും. I will eat. I will eating. ഞാൻ കഴിക്കുകയായിരിക്കും. I will eat എന്ന് പറഞ്ഞാൽ ഞാൻ കഴിക്കും എന്നാണ്. മനസ്സിലായോ? ഞാൻ കഴിക്കും എന്നാണ്. Maybe I will eat. Maybe I will eat. ഞാൻ കഴിക്കുകയായിരിക്കും. ഞാൻ കഴിക്കുകയായിരിക്കും. പറയട്ടെ. I will be eating. മനസ്സിലായോ? I will be eating. ഓക്കെ. അത് കൊക്ക് കൊള മറ്റേ ചക്കയുടെ പോലെ എന്താണ് വെറുതെ പറഞ്ഞതാ. ഒരുപാട് ഇനിയെന്താ? പറയൂ. എന്തും പറയൂ. എന്താ മാം പറയണ്ടേ? എന്താണ് പറയണ്ടത്? വൊക്കാബുലറി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കൂ, നമുക്ക് ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ടോപ്പിക് ആയിട്ട് നിങ്ങൾ സംസാരിക്കോ? നിങ്ങൾ എന്താണ് പറഞ്ഞത്? നീ എന്താണ് പറഞ്ഞത്? നീ എന്താണ് പറഞ്ഞത്? What did you say? What did you say? What did you say? What did you say? I didn't say anything. I was busy. What did you say? Anything. Nothing. I didn't say anything. Yeah, I didn't say anything. Okay.
എന്താണ് മാം ഇതുപോലെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു നോക്കും ഇംഗ്ലീഷിൽ ട്രാൻസ്ഫർ ചെയ്യാം. അത് ചോദിക്കുമ്പോ ഒരു വിഷയം എന്ന് വെച്ചാല് നമുക്ക് ക്യാനും ഫുഡൊക്കെ ഒന്ന് വെച്ച് ചോദിക്കാൻ പറ്റില്ല. നമ്മളത് പഠിച്ചിട്ടില്ല. മനസ്സിലായോ? അതാണ് കുഴപ്പം. അടുത്ത ക്ലാസ്സിലൊക്കെ നമുക്ക് അതൊക്കെ കുറച്ച് നോക്കണം. ഒരുപാട് നോക്കാനുണ്ട്. അതുപോലെ നോർമൽ ഇംഗ്ലീഷ് നോക്കണം, അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് നോക്കണം. ഒരുപാടുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതെല്ലാം ചെയ്യാം. ഇനിയിപ്പോ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു സിനിമ കണ്ടു എന്ന് പറ. We were watching movies yesterday. Yesterday. We saw a film yesterday. കഴിഞ്ഞ ദിവസം എന്നാ ഞാൻ പറഞ്ഞു. ഞാൻ ഇന്നലെ ഒന്നും പറഞ്ഞില്ല. കഴിഞ്ഞ ദിവസം. Last day. We saw a film last day. ഈ കഴിഞ്ഞ ദിവസം. ഈ കഴിഞ്ഞ ദിവസം. Film yesterday. ഈ കഴിഞ്ഞ ദിവസം എന്ന് പറയുമ്പോ the other day. The other day. എന്താ മാം? The other day. Yeah, the other day. We watched a movie the other day. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു സിനിമ കണ്ടു. We watched a movie the other day. ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഒരു സിനിമ കണ്ടു. Okay. We watched a movie the other day. സിനിമ കണ്ടു കാണുക എന്നൊക്കെ പറയുമ്പോൾ വാച്ച് ആണ് വരിക. സോ വരില്ല. ഓക്കെ, സീൻ നമ്മൾ ചെയ്യും. വാച്ച് ആണ്. അപ്പൊ വാച്ച് അതാ വരാ. Other അല്ലേ മാം? Other day. Other day അല്ല. അവൾ കുറച്ചു ദിവസം മുമ്പ് ഷോപ്പിങ്ങിന് പോയി. She go to shopping. She gone for a shopping. She gone off. She So went. She went to for a shopping. She went to shopping. He went to shopping. She went a shopping Sunday before. A few കുറച്ചു ദിവസം മുൻപ്. few days ago she went for a shopping. Yeah, she went for a shopping. She went to shopping a few days ago. Okay. അവൻ നുണ പറയുകയാണ്. അവൻ നുണ He's പറയുകയാണ്. lying. He's He's lying. Yeah. He's lying. അവൻ നുണ പറഞ്ഞു. He lied. lied. He lied. 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 L-I-E-D. Lied. He lied. അവൻ നുണ പറഞ്ഞു. He lied. Okay. ഞാൻ നുണ പറഞ്ഞു. I lied. I lied. I lied. അല്ലെ? ഇനി അവൻ എന്നോട് നുണ പറഞ്ഞു. He lied to me. He lied to me. അവൻ എന്നോട് നുണ പറഞ്ഞു. He lied to me. ഞാൻ അവനോട് നുണ പറഞ്ഞു. I lied to him. lied him. Yeah, I lied to him. ഞാൻ അവനോട് നുണ പറഞ്ഞു. Okay. അവനൊരു നുണയാണ്. He's a liar. He's liar. He's a liar. Yeah, he's a liar. അവനൊരു നുണയാണ്. He's a liar. നീ നുണ പറയാണോ? Are you lying? Are you lying? I lie. ഞാൻ നുണ പറയല. I will not lie. I am not lying. Yeah, I'm not lying. Okay? ഇനി എന്താ? ഇടയ്ക്ക് കിട്ടുമ്പോ പറയാം. ഇനി എന്താണ്? ബ്രീഫ്ലി എന്താ? ബ്രീഫ്ലി
ചെറുതായിട്ട് ഒരു ബ്രീഫ്ലി ബ്രീഫ് ചെയ്യുക ചുരുക്കുക ചുരുക്കത്തിൽ യാ ബ്രീഫ്ലി മീൻസ് ചുരുക്കത്തിൽ ബ്രീഫ്ലിയാ ബ്രീഫ്ലി യാ ചുരുക്കത്തിലാണോ? ചുരുക്കത്തിൽ ബ്രീഫ്ലി ചുരുക്കത്തിൽ ബിറ്റർലി എന്താണ് ബിറ്റർലി എന്താ മാം? ബിറ്റർ എന്താണ് ബിറ്റർ ടൈപ്പ് 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 ബിറ്റർലി എന്തായിരിക്കും അപ്പോ കയ്പുള്ള കാര്യങ്ങളിലാണോ? കൈപ്പേറിയ അല്ലെ കൈപ്പേറിയ കൈപ്പുള്ള കാര്യങ്ങൾ ബിറ്റർലി ബ്രേവ് എന്താണ് ബ്രേവ് ധൈര്യം. സ്മാർട്ട് ഒരു ധൈര്യം അല്ലെ ബ്രേവ് ധൈര്യം ഹിസ് എ ബ്രേവ് ബോയ് എന്ന് പറയുന്നത് നെക്സ്റ്റ് എന്താ ബാഷ്ഫുള്ളി എന്താ ബാഷ്ഫുള്ളി ഡാഷ് എന്താ മാം? BASH എന്താണ് ബാഷ് ബാഷ്ഫുള്ളി എന്താണ് ബാഷ്ഫുള്ളി എന്താണ് സ്പെല്ലിംഗ് അത് മാം? BA ബാഷ്ഫുള്ളി BASHFULLY ബാഷ്ഫുള്ളി മീൻസ് ഒരു ലജ്ജയോടെ ഒരു നാണത്തോടെ ആ ഒരു ഇതാണ് മീനിങ് ആണ് ബാഷ്ഫുള്ളി charming 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 ചാമിങ് ആണോ? charming തിളങ്ങുന്ന അങ്ങനെയൊക്കെ പറയുന്നു. CHARMING കൺവിൻസ് എന്താണ് പറഞ്ഞ് മനസ്സിലാക്കുക അല്ലെ കൺവിൻസ് ചെയ്യാന്നൊക്കെ പറയുന്നത് മാം ബാഷ്ഫുള്ളി പറയുമ്പം ഷൈയും വരുന്ന അതിന്റെ ഒപ്പം വരുന്നതാണോ? ഷൈ സെയിം മീനിങ് സെയിം മീനിങ് ആണ് നാണ മീൻസ് ഷൈ നാണമാണ് ഒരു ടോപ്പിക് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമോ? ശ്രമിക്കാം മാം. ശ്രമിക്കാം ഫാമിലി ആണ് ടോപ്പിക് ഒന്ന് കുറച്ച് നോട്ട് പോലെ എഴുതണമെങ്കിൽ എഴുതാം എഴുതിയിട്ട് പറയണമെങ്കിൽ പറയാം പറയണമെങ്കിൽ പറയാം എന്താണെന്ന് ചെയ്യാം ഓക്കെ ഫാമിലിയെ പറ്റിട്ടോ? എന്തോ ഫാമിലിയെ പറ്റിട്ടോ? ഞാൻ കണ്ടു എന്നെങ്ങനെയാ പറയാ ഞാൻ കണ്ടു ഐസോ ഞാൻ കണ്ടിട്ടുണ്ട് I have seen ഞാൻ കണ്ടിട്ടുണ്ട് I have seen ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു I have been seen കണ്ടിട്ടുണ്ടായിരുന്നു I had seen I had seen ഞാൻ കാണുകയാണ് I am seeing പഠിച്ചു അപ്പോ നീ എവിടെയായിരുന്നു where are you നീ എവിടെയായിരുന്നു where are you going
നീ എവിടെയായിരുന്നു? നീ എവിടെയാണ്? അതെ, നീ Where are എവിടെയാണ്? you? Where Where are are you? you? Where are you? നീ ആയിരുന്നു. എവിടെയായിരുന്നു? എന്താ മാം? Where were you Where been? was Where you? were you been? Where did you? Where were you been? Where were you? നീ എവിടെയായിരുന്നു? Where were you? ഇതാ വരാം, fast ആണ്. ഞാൻ നിന്നെ കണ്ടില്ല. I didn't see. I didn't see. see. I didn't see you. എന്റെ വീട് അവിടെയാണ്. My home is Where? there. My There home is is my That is my home. അവിടെ എന്റെ വീടാണെന്നാണ് നിങ്ങൾ പറഞ്ഞത്. എന്റെ വീട് അവിടെയാണെന്നാണ് ഞാൻ പറഞ്ഞത്. my home was Where there. was my home? My home is my house. അല്ല, home എന്തെങ്കിലും പറയാം. My home is over There. there. ആണ് over there. My house is over there. എന്റെ വീട് അവിടെയാണ്. My house. Okay. My house is over there. അങ്ങനെ പറയണ്ടേ? ഈ സ്ഥലം കൊള്ളാല്ലേ? ക്വസ്റ്റ്യൻ ആണേ. ഈ സ്ഥലം കൊള്ളാല്ലേ? Is this place beautiful? Beautiful. Is in this place beautiful. Is in this place. yeah, beautiful or amazing? Okay, is in this place amazing or beautiful? Okay. അമ്മ നിന്നെ തിരക്കുന്നുണ്ട്. Mother. Amma's Mother was. ചോദിക്കുന്നുണ്ട്. Amma's fine. Mother was searching you. Yeah. അമ്മ is asking for you എന്ന് പറയാം. നിന്നെ അന്വേഷിക്കുന്നുണ്ട്. അമ്മ നിന്നെ അന്വേഷിക്കുന്നുണ്ട്. അമ്മ is asking for you എന്ന് പറയാം. Okay. അമ്മ is asking for you. അമ്മ നിന്നെ അന്വേഷിക്കുന്നുണ്ട്. അറിയാമല്ലോ, നിന്നെ തിരക്കുന്നുണ്ട് എന്നൊക്കെ പറയില്ലേ. അവളോട് ഞാൻ അന്വേഷിച്ചായി പറയൂ കേട്ടോ. എന്നറിയില്ലേ, ഞാൻ തിരക്കിയതായിട്ട് പറയും. അവള് ഞാൻ തിരക്കിയതായിട്ട് പറയൂ. Tell her that I asked after her. Tell her that I asked after her. ഞാൻ അവളെ തിരക്കിയതായിട്ട് പറയൂ എന്ന് പറയില്ലേ. അവൾ പറഞ്ഞോണ്ട് ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞോണ്ടാന്ന് പറയില്ലേ നമ്മള്. അതാണ് tell her that I asked after her. I asked after her. Tell her that I asked after her. ഞാൻ ഇവിടെ തിരക്കിയതായിട്ട് പറയൂ കേട്ടോ എന്ന് പറയും. ഇനി അവളോട് ഇനി അന്വേഷണം പറയുന്നാണെങ്കിലോ? Tell her my asking. അവളോട് എന്റെ അന്വേഷണം പറയൂ. Tell her my wishes. അങ്ങനെ പറയാൻ പറ്റും. വിഷ് എന്താ? Convey my regards to her. Convey my regards to her. അവളോട് എന്റെ അന്വേഷണം പറയണേ. Convey my regards to her എന്ന് പറയും. Okay. ഇനി എന്താണ്? ടുഡേ എന്നാണ്. ടുഡേ. ഇന്ന്. ടുമാറോ. നാളെ. യെസ്റ്റർഡേ. ഇന്നലെ. ഡേ ആഫ്റ്റർ ടുമാറോ. മറ്റന്നാ. രണ്ട് ദിവസോ? മറ്റന്നാ. ഡേ ആഫ്റ്റർ ടുമാറോ. മറ്റന്നാ.
Day before yesterday? ഇന്നലെ അല്ല മിനിഞ്ഞാന്ന്. മിനിഞ്ഞാന്ന്. Day before yesterday, മിനിഞ്ഞാന്ന്. ആർക്കെങ്കിലും അറിയോ? അറിയാം. എല്ലാവർക്കും അറിയോ? അറിയാം. ഇല്ല. അറിയില്ല എന്ന് പറഞ്ഞാരെങ്കിലും? നെക്സ്റ്റ് ഡേ? അടുത്ത ദിവസം. ലാസ്റ്റ് ഡേ? കഴിഞ്ഞ ദിവസം. നെക്സ്റ്റ് വീക്ക്? അടുത്ത ആഴ്ച. ലാസ്റ്റ് വീക്ക്? കഴിഞ്ഞ ആഴ്ച. കഴിഞ്ഞ ആഴ്ച. നെക്സ്റ്റ് ഇയർ? അടുത്ത വർഷം. നെക്സ്റ്റ് ഇയർ? അടുത്ത വർഷം. ലാസ്റ്റ് ഇയർ? കഴിഞ്ഞ കഴിഞ്ഞ വർഷം. വർഷം. ഓക്കെ, കൊള്ളാം. ക്ലാസ് നല്ല ക്ലാസ്സാണ്, നല്ല പിള്ളേരാണ് നിങ്ങൾ. എനിക്ക് ചോദിച്ചാൽ അപ്പം മറുപടി ഉണ്ടല്ലേ? താങ്ക് യു മാം. Ma'am. വേറെ ക്ലാസ്സുകളൊക്കെ എങ്ങനെയാണ് മാം? വേറെ ക്ലാസ്സിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ക്ലാസ്. നല്ല ക്ലാസ്സാണ്. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. ക്ലാസ്സിൽ വരാൻ തന്നെ ഇൻട്രസ്റ്റ് Thank you, ma'am. മതിയോ? ഇനി പൊക്കണോ? കുറച്ചൊരു പറയണോ ഞാൻ? മതി മാം. പൊക്കിയതാണല്ലേ സത്യം. ഇല്ല, നല്ല ക്ലാസ്സാണ്. എനിക്ക് വരാൻ എന്തോ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എന്തോ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന് അറിയില്ല. അതേപോലെ നല്ല പിള്ളേരാണ്, നിങ്ങൾ ആക്റ്റീവാണ്. നല്ല ഭയങ്കര ആക്റ്റീവാണ് ക്ലാസ്. ഓക്കെ, തിരിച്ചും ഞാൻ പ്രതീക്ഷിക്കുന്നു. മാമിനെ കുറിച്ച് ഞങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇപ്പോഴും അത് തന്നെയാണ്. ഞങ്ങക്ക് നല്ല രസമാണ് മാം, ഇഷ്ടമാണ് ക്ലാസ്, ഇഷ്ടം. അതെ, ഞാൻ ഇപ്പോ 26 എന്തോ ഉണ്ടായിരുന്നു, ഇപ്പൊ 49. എന്നാണ് എന്നോടുള്ള ഇഷ്ടം. എന്താണ് മാം? ജസ്റ്റ് കിഡിങ് എന്നറിയില്ല അതുപോലെ. ഇനി അടുത്തത്, ഞാനൊരു ഡ്രൈവർ ആയിരുന്നു. I was a driver. Yeah, I was a driver. അവൾ വീട്ടിലായിരുന്നു. അവൾ വീട്ടിലായിരുന്നു. She was in her home. She was home. She was at home. She was at She was at home. She was at home. അവൾ വീട്ടിലായിരുന്നു. She was at home. Okay. അവൻ എന്റെ ഫ്രണ്ട് ആയിരുന്നു. She was my friend. He Was was my my friend. friend. Yeah, she was my friend. അവള് ദേഷ്യത്തിലായിരുന്നു. നമ്മൾ പറഞ്ഞു ദേഷ്യത്തിലായിരുന്നു. She was She angry. was angry. Yeah, She she was was angry. angry. Yeah. ഇത് അവിടെ ആയിരുന്നു. It is there. Oh. ഇത് അവിടെയാണ്. Okay, it is there. ഇത് അവിടെയാണ്. It is there. ഇത് അവിടെ ആയിരുന്നു. It was there. There. Yeah, it was there. It was there. Okay. അവർ ഇവിടെ ഉണ്ടായിരുന്നു. She was here. They were here. Yeah, അവരിവിടെ ആയിരുന്നു എന്ന് പറയുമ്പോൾ okay, they were here. They were here. അവരിവിടെയാണ്. They were here. ഞങ്ങൾ തിരക്കിലായിരുന്നു. We were busy. We were busy. He was busy. We were busy. Okay. എന്താ ആ ടോപ്പിക്? നീ സംസാരിക്കാൻ സമയമില്ല. സംസാരിക്കില്ല. നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ട്? How many people are there in your home? How many people are there in your home? How many members in your are there home? in your home? How many members in your home?
how many kids are there, how many members are there in your home പറയാം, there in your family എന്ന് പറയാം. എന്റെ കുടുംബത്തിൽ 4 പേരുണ്ട്. There are 4 members. There are 6 എന്താണ് എന്റെ വീട്ടില് 6 പേരുണ്ട്. അല്ലെങ്കിൽ അവിടെ പറയൂ. There are 6 There, 6 person in my home. അല്ലെങ്കിൽ 6 members in my family. Yeah. There are 6 members in my family എന്ന് പറയാം. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, we are a family of 4. എത്രയാണോ എത്രയെങ്കിലും. We are a family of 6 എന്നെങ്കിൽ പറയാം, അല്ലെങ്കിൽ we are a family of 4 എന്ന് പറയാം. നമ്പേഴ്സ് എത്ര വേണമെങ്കിലും പറയാം. ഓക്കെ, അങ്ങനെ പറയാം കേട്ടോ. We are a family of 3. Clear? അങ്ങനെയും പറയാം. സോ ഇത്രയൊക്കെ മതി. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വരുമ്പോ നന്നായിട്ട് നോക്കിയിട്ടൊക്കെ വരാം. Okay, ma'am. വേറെ ക്ലാസ് എടുക്കാം. ഓക്കെ, സോ മൈൻഡ് ചെയ്യാം. Thank Thank you, you. ma'am. Thank you, ma'am. കുറെയൊക്കെ പഠിച്ചില്ലേ ഇന്ന്? Okay. നോക്കിയിട്ട് നന്നായിട്ട് പഠിക്കാം. Okay, ma'am. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.